കേന്ദ്രമന്ത്രിയും പ്രമുഖ നടനുമായ സുരേഷ് ഗോപിയുടെ വോട്ട് ഗുരുവായൂരിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ട വാർത്ത കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ വോട്ടർ പട്ടിക പ്രകാരം സുരേഷ് ഗോപിക്ക് ഇനി വോട്ട് ചെയ്യാനുള്ളത് ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിലാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ് അദ്ദേഹത്തിന് വോട്ട് രേഖപ്പെടുത്താൻ സൗകര്യമൊരുക്കുന്നത്. വോട്ടർ പട്ടികയിൽ 697 നമ്പർ വോട്ടറായാണ് കേന്ദ്രമന്ത്രിയുടെ പേര് ചേർത്തിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തോട് ഏറെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന അച്യുതം ഫ്ളാറ്റിലെ വിലാസത്തിലാണ് വോട്ട് മാറ്റിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഗുരുവായൂരിലെ തന്നെ ആദ്യകാല ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ ഒന്നായ അച്യുതം ഫ്ളാറ്റിൽ സുരേഷ് ഗോപിക്ക് സ്വന്തമായി ഫ്ളാറ്റ് ഉണ്ട്. കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും ഈ സമുച്ചയത്തിൽ താമസ സൗകര്യം ഉണ്ടെന്നത് ഈ സ്ഥലത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഇത്തരത്തിൽ തുടർച്ചയായി വോട്ട് മാറ്റുന്നതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയതോടെ വിഷയം ഒരു രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സുരേഷ് ഗോപി വിവിധ മണ്ഡലങ്ങളിലായി വോട്ട് രേഖപ്പെടുത്തുന്നത് ചൂണ്ടിക്കാട്ടിയാണ് വിമർശനങ്ങൾ ഉയരുന്നത്. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സുരേഷ് ഗോപിയും കുടുംബവും തൃശൂർ കോർപ്പറേഷൻ പരിധിയിലുള്ള നെട്ടിശ്ശേരിയിലാണ് വോട്ട് രേഖപ്പെടുത്തിയിരുന്നത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന അദ്ദേഹം താൻ നെട്ടിശ്ശേരിയിലെ സ്ഥിരതാമസക്കാരനാണെന്ന് സാക്ഷ്യപ്പെടുത്തിയാണ് അവിടെ വോട്ട് ചേർത്തതും പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്തതും. എന്നാൽ മാസങ്ങൾക്ക് ശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെയും കുടുംബത്തിന്റെയും വോട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം ഡിവിഷനിലേക്ക് മാറിയിരുന്നു. വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കും ഇപ്പോൾ വീണ്ടും തൃശൂർ ജില്ലയിലെ തന്നെ ഗുരുവായൂരിലേക്കും വോട്ട് മാറുന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. കേന്ദ്രമന്ത്രിയുടെ ഈ നീക്കങ്ങളെ പരിഹസിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് അനിൽ അക്കരെയാണ് രംഗത്തെത്തിയ പ്രമുഖൻ. സുരേഷ് ഗോപിയെ മലയാളത്തിലെ പ്രശസ്തമായ കുമ്പടി എന്ന കഥാപാത്രത്തോടാണ് അനിൽ അക്കരെ ഉപമിച്ചത്. ഓരോ സമയത്തും ഓരോ വേഷത്തിലും രൂപത്തിലും പലയിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന കുമ്പിടിയെ പോലെ സുരേഷ് ഗോപി തന്റെ സൗകര്യാർത്ഥം വോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരിഹസിച്ചു. 2 മാസം മുൻപ് തിരുവനന്തപുരത്ത് വോട്ട് ചെയ്ത ആൾക്ക് ഇപ്പോൾ ഗുരുവായൂരിൽ വോട്ട് വന്നത് എങ്ങനെയെന്നും ഒരു വർഷത്തിനിടെ 3 ഇടങ്ങളിൽ വോട്ട് മാറിയത് എന്തിനാണെന്നും അനിൽ അക്കരെ ചോദിക്കുന്നു. ഇത്തവണത്തെ വോട്ട് മാറ്റത്തിൽ കുടുംബാംഗങ്ങൾ സുരേഷ് ഗോപിക്കൊപ്പം ഇല്ലെന്നും അദ്ദേഹം ഒറ്റയ്ക്ക് ഗുരുവായൂരിൽ വോട്ട് ചേർത്തിരിക്കുന്നതെന്നും അനിൽ അക്കരെ എടുത്തു പറഞ്ഞു. സാധാരണ ജനങ്ങൾ വോട്ട് ചേർക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ ഒരു കേന്ദ്രമന്ത്രിക്ക് ഇത്ര വേഗത്തിൽ വിലാസങ്ങൾ മാറാൻ എങ്ങനെ സാധിക്കുന്നു എന്ന ചോദ്യവും ഇതിനോടൊപ്പം തന്നെ ഉയരുന്നുണ്ട്. രാഷ്ട്രീയ ലാഭത്തിനായി വോട്ടർ പട്ടികയെ ദുരുപയോഗം ചെയ്യുന്നു എന്നതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാന ആക്ഷേപം. വിവാദം കൊഴുക്കുന്നതിനിടെ സുരേഷ് ഗോപിയുടെ വോട്ട് മാറ്റത്തിന് കൃത്യമായ വിശദീകരണവുമായി കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് രംഗത്തെത്തിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സുരേഷ് ഗോപി തൃശൂർ ജില്ലയിലെ നെട്ടിശ്ശേരിയിൽ ഒരു വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. തൃശൂർ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി എടുത്ത ആ വാടക വീടിന്റെ വിലാസത്തിലായിരുന്നു അന്ന് വോട്ടുണ്ടായിരുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം ആ വാടക വീട് ഉടമസ്ഥൻ വിൽപ്പന നടത്തിയെന്നും അതിനാൽ ആ വിലാസത്തിൽ തുടർന്ന് വോട്ട് നിലനിർത്താൻ സാങ്കേതികമായി കഴിയില്ലെന്നും MP ഓഫീസ് വ്യക്തമാക്കി. തുടർന്നാണ് ഗുരുവായൂരിലെ സ്വന്തം ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിലേക്ക് വോട്ട് മാറ്റാൻ അദ്ദേഹം തീരുമാനിച്ചത്. തൃശൂർ ജില്ലയുമായുള്ള തന്റെ രാഷ്ട്രീയവും വ്യക്തിപരവുമായ ബന്ധം നിലനിർത്തുന്നതിന്റെ ഭാഗമായാണ് വോട്ട് ഗുരുവായൂരിലേക്ക് മാറ്റിയതെന്നും ഇതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ലെന്നും അദ്ദേഹത്തിന്റെ അനുയായികൾ വാദിക്കുന്നു. അതേസമയം ഭാര്യയുടെയും മക്കളുടെയും വോട്ട് തിരുവനന്തപുരത്തെ സ്വന്തം വസതിയുടെ വിലാസത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. കുടുംബം തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് എന്നതിനാലാണ് ഇത്തരമൊരു തീരുമാനമെന്നും ഓഫീസ് അറിയിച്ചു. ഈ വോട്ട് മാറ്റം കേവലം സാങ്കേതികമായ ഒന്നല്ലെന്നും ഇതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും നിരീക്ഷകർ കരുതുന്നു. ഗുരുവായൂർ ക്ഷേത്രവുമായി സുരേഷ് ഗോപിക്കുള്ള ആത്മബന്ധം പരസ്യമായ ഒരു കാര്യമാണ്. തന്റെ മകളുടെ വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയതും പ്രധാനമന്ത്രി അടക്കമുള്ളവർ അതിൽ പങ്കെടുത്തതും വലിയ വാർത്തയായിരുന്നു. കൂടാതെ തൃശൂർ ജില്ലയിൽ തന്റെ സാന്നിധ്യം സജീവമായി നിലനിർത്താൻ ഗുരുവായൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ വോട്ട് ഉണ്ടാകുന്നത് രാഷ്ട്രീയമായി ഗുണകരമാകുമെന്ന് അദ്ദേഹം കരുതുന്നുണ്ടാകാം. എന്നാൽ എതിരാളികൾ ഇതിനെ സുരേഷ് ഗോപിയുടെ അസ്ഥിരതയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ചരിത്ര വിജയം നേടിയ സുരേഷ് ഗോപിക്ക് വോട്ടിന്റെ കാര്യത്തിൽ ഇത്രയധികം അവ്യക്തത ഉണ്ടാകുന്നത് ശരിയല്ലെന്നാണ് സീറോ മലബാർ സഭയുടെയും മറ്റ് പിന്തുണയുള്ള സ്ഥാനാർത്ഥിയായിരുന്ന അദ്ദേഹത്തിന്റെ പ്രതിയോഗികൾ പറയുന്നത്. കേരളത്തിന്റെ വോട്ടർ പട്ടിക പുതുക്കുന്ന SIR പ്രക്രിയ പൂർത്തിയായതോടെയാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത്. വോട്ടർ പട്ടികയിലെ കൃത്യത ഉറപ്പുവരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള സാഹചര്യത്തിൽ ഒരു പൗരന് ഒരിടത്ത് മാത്രമേ വോട്ട് പാടുള്ളൂ എന്ന നിയമം സുരേഷ് ഗോപി ലംഘിച്ചിട്ടില്ലെങ്കിലും തുടർച്ചയായ മാറ്റങ്ങൾ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്.
ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തന്റെ സ്ഥിരമായ വിലാസം വ്യക്തമാക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ടെന്ന് ഇടതുപക്ഷ കേന്ദ്രങ്ങളും ആരോപിക്കുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ട് മാറ്റം ഒരു പ്രധാന പ്രചാരണ വിഷയമാകാൻ പ്രതിപക്ഷം ലക്ഷ്യമിടുന്നുണ്ട്. പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിൽ BJP ഉണ്ടാക്കിയ മുന്നേറ്റത്തെ തടയാൻ സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവത്തെ ഇത്തരം വിവാദങ്ങളിലൂടെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് കോൺഗ്രസും CPM-ഉം കണക്കുകൂട്ടുന്നു. ചുരുക്കത്തിൽ സുരേഷ് ഗോപിയുടെ വോട്ട് ഗുരുവായൂരിലേക്ക് മാറിയത് നിയമപരമായി ശരിയാണെങ്കിലും രാഷ്ട്രീയമായി വലിയൊരു പോർമുഖമാണ് തുറന്നിരിക്കുന്നത്. വാടക വീട് ഒഴിഞ്ഞതുകൊണ്ടാണ് വോട്ട് മാറ്റിയതെന്ന കേന്ദ്രമന്ത്രിയുടെ വിശദീകരണം വോട്ടർമാർ എത്രത്തോളം ഉൾക്കൊള്ളും എന്നത് കണ്ടറിയണം. അനിൽ അക്കരയെ പോലുള്ള നേതാക്കൾ ഉയർത്തുന്ന കുമ്പടി പരിഹാസം സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. സുരേഷ് ഗോപിയെ നേരിട്ട് ആക്രമിക്കുന്നതിലൂടെ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കാൻ സാധിക്കുമെന്നാണ് UDF കരുതുന്നത്. എന്നാൽ ഇത്തരം സൈബർ ആക്രമണങ്ങളെയും പരിഹാസങ്ങളെയും തൃശൂരിലെ വോട്ടർമാർ തള്ളിക്കളയുമെന്നും സുരേഷ് ഗോപിക്ക് തൃശൂർ ജില്ലയിലുള്ള സ്നേഹത്തിന്റെ അടയാളമാണ് ഗുരുവായൂരിലെ വോട്ടെന്നുമാണ് BJP ക്യാമ്പിന്റെ നിലപാട്. വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നോ മറ്റ് ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നോ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തതയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. വോട്ട് എവിടെയായാലും ജനം തനിക്കൊപ്പമുണ്ടെന്ന് സുരേഷ് ഗോപി വിശ്വസിക്കുമ്പോൾ വോട്ടിനായി നാടുമാറുന്ന നേതാവ് എന്ന ലേബൽ അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കാനാണ് രാഷ്ട്രീയ ശത്രുക്കളുടെ ശ്രമം.